എൻ്റെ ജീവിതത്തിൽ വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു പ്രധാന കാര്യമാണ് ഞാൻ ഇവിടെ പറയുന്നത്. മലപ്പുറം ജില്ലയിൽ ഒരു ഉൾപ്രദേശത്താണ് എൻ്റെ വീട്. പണ്ട് ഞങ്ങളുടെ തറവാട് പേരുകേട്ട ഒരു വലിയ തറവാടായിരുന്നു. ഇപ്പോഴും വലിയ തറവാടാണ്, എങ്കിലും കടവും ദാരിദ്ര്യവുമാണ്. പഴയ ഇരുനില വീട്. എൻ്റെ പേര് സുമേഷ്, അച്ഛൻ്റെ പേര് സുധാകരൻ, അമ്മയുടെ പേര് ഗൗരി. ഇവരൊക്കെയാണ് തറവാട്ടിലുള്ളത്. പിന്നെ ഒരാൾ കൂടെയുണ്ട്, എൻ്റെ അച്ഛൻ്റെ അമ്മയും. ഇതാണ് ഞങ്ങളുടെ കുടുംബം. അമ്മയെ കാണാൻ നല്ല സുന്ദരിയാണ്, ഇച്ചിരി വണ്ണമുണ്ട്, കാണാൻ നല്ല വെളുത്തിട്ടാണ്. അമ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അമ്മയെ കാണാൻ ഹിന്ദി സിനിമാ നടി വിദ്യാ ബാലൻ്റെ കൂട്ടാണ്. പിന്നെ ഞങ്ങളുടെ അയൽവാസികളായ ഗോമതി ചേച്ചിയും രാഘവൻ ചേട്ടനും. അവർ അത്യാവശ്യം ക്യാഷുള്ള ടീമാണ്. മക്കൾ 2 പേരും ദുബായിലാണ്. ഞങ്ങളുടെ വീടുകൾ തമ്മിൽ ഒരു 2 വരി മതിലിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. പിറകുവശത്താണ് അവരുടെ വീട്. ബാക്കി 2 സൈഡ് ഒഴിഞ്ഞ പറമ്പാണ്. ആദ്യം എൻ്റെ മനസ്സിൽ അമ്മയെക്കുറിച്ച് അങ്ങനെയുള്ള ചിന്തകളൊന്നുമില്ലായിരുന്നു. പിന്നീടാണ് അങ്ങനെ ഓരോന്നൊക്കെ ചിന്തിച്ചു തുടങ്ങിയത്. അതൊക്കെ വഴിയെ പറയാം. പിന്നെ ഞാനൊരു പഠിപ്പിയായിരുന്നു എൻ്റെ കോളേജ് ടൈമിൽ. എൻ്റെ പുസ്തകങ്ങളും മറ്റ് കാര്യങ്ങളുമായി മുകളിലെ റൂമിലിരിക്കാനായിരുന്നു എനിക്കിഷ്ടം. ചിലപ്പോൾ ചോറ് വരെ അമ്മ അങ്ങോട്ട് കൊണ്ടുതരും. എൻ്റെ അച്ഛൻ്റെ അച്ഛൻ മരണപ്പെട്ട ശേഷം മൂപ്പര് ഉണ്ടാക്കി വെച്ച കടങ്ങളും വീട്ടിലെ ആവശ്യങ്ങളും കൂടിയതോടെ അച്ഛന് നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയായി. അങ്ങനെ ഞങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി അച്ഛൻ ഒരു ബന്ധുവായി ഗൾഫിൽ ഒരു ജോലി ശരിയായി അങ്ങോട്ട് പോയി. ഒരിക്കൽ പോലും അമ്മയെ പിരിഞ്ഞ് ഇരുന്നിട്ടില്ലാത്ത അച്ഛൻ പോവാൻ നിർബന്ധിതനായി എന്ന് പറയാം. അന്ന് ഞാൻ ഡിഗ്രി ആദ്യ വർഷം പഠിക്കുകയാണ്. അച്ഛൻ പോകുന്നതിൻ്റെ അന്ന് അമ്മയുടെ കരച്ചിൽ കണ്ട് ഞാനും ഒരുപാട് കരഞ്ഞു. എനിക്കപ്പോൾ പരീക്ഷാ സമയമായിരുന്നു. ഇനി കഥയിലേക്ക് വരാം. അച്ഛൻ പോയി 3-4 ദിവസം വീട്ടിൽ ഒരൊച്ചയും ബഹളവും ഒന്നുമില്ലായിരുന്നു. അങ്ങനെ അച്ഛൻ പോയി 4 ദിവസം കഴിഞ്ഞിട്ടുണ്ടാവും. പതിവ് പോലെ ഞാൻ എൻ്റെ പുസ്തകവുമായി മുകളിലെ റൂമിലിരുന്ന് പഠിക്കുകയായിരുന്നു. പെട്ടെന്നാണ് താഴെ നിന്നും അമ്മയുടെ പൊട്ടിച്ചിരി കേട്ടത്. ദിവസങ്ങൾക്ക് ശേഷമാണ് അമ്മ അങ്ങനെ ചിരിക്കുന്നത്. ഞാൻ പതിയെ എൻ്റെ ജനാല തുറന്ന് താഴേക്ക് നോക്കി. അമ്മ ഡ്രസ്സൊക്കെ അലക്കിക്കൊണ്ടിരിക്കുവാണ്. മാക്സി അരയിൽ കുത്തിവെച്ച് ഒരു തോർത്തും അരയിൽ തിരുകിയാണ് അലക്കുന്നത്. അപ്പുറത്ത് അവരുടെ കോലായിൽ രാഘവേട്ടനും ഇരിപ്പുണ്ട്. എന്തോ തമാശ പറഞ്ഞ് 2 പേരും നല്ല ചിരി. അത് കണ്ട് എനിക്കും ചെറുതായി ചിരി വന്നു. അതിൻ്റെ കൂടെ അമ്മ തുണി അലക്കുന്നുമുണ്ട്. അമ്മ നല്ല സുന്ദരിയാണ്, വെളുത്ത നല്ല അതിസുന്ദരി, വെണ്ണക്കട്ടി, പിന്നെ അധികം ഉയരമില്ല, ഇച്ചിരി വണ്ണമുണ്ട് എന്നേ ഉള്ളൂ, എന്നാലും കൊള്ളാം. പിന്നെ രാഘവേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ മൂപ്പര് സ്ഥിരം സിഗരറ്റ് വലിച്ച് അവിടെ വീടിൻ്റെ പിന്നാമ്പുറത്തും ഉമ്മറത്തുമായി ഇരിപ്പുണ്ടാവും. അതും ഒരു ലുങ്കി മാത്രമായിരിക്കും വേഷം. പിന്നെ മൂപ്പര് കാണാൻ നല്ല ഉയരമുണ്ട്, നല്ല ഉറപ്പുള്ള രൂപം, ഇരുണ്ട നിറമാണ്. പിന്നെ ഗോമതി ചേച്ചി ഇരുനിറമാണ്. ചേച്ചിയുടെ കൈക്ക് എന്തോ ബലക്കുറവ് പോലെയുള്ളത് കൊണ്ട് കുറച്ചായിട്ട് രാവിലെ ഫിസിയോതെറാപ്പി ചെയ്യാൻ പോകാറുണ്ട്. അവരും ഞങ്ങളും ഭയങ്കര കൂട്ടാണ്. അമ്മയുടെ സങ്കടമൊക്കെ മാറി ചിരി വന്നല്ലോ എന്ന സന്തോഷത്തിൽ ഞാനും അങ്ങനെയിരുന്നു. പിന്നെ പതിവായി അവരുടെ സംസാരവും ചിരിയുമൊക്കെ ഞാൻ കേൾക്കുമായിരുന്നു. അങ്ങനെ അച്ഛൻ പോയി ഒരു 2 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. പതിവ് പോലെ എൻ്റെ പുസ്തകങ്ങളുമായി മേലെ മുറിയിലിരിക്കുകയായിരുന്നു. എന്നത്തെയും പോലെ താഴെ അവരുടെ സംസാരം കേൾക്കുന്നുണ്ട്. കുറച്ചു നേരം ഞാൻ അതും കേട്ട് പുറത്തേക്ക് നോക്കിയിരുന്നു. വ്യക്തമായി ഒന്നും കേൾക്കുന്നില്ല, എങ്കിലും അവരെ വ്യക്തമായി കാണാം. എന്തോ കുറച്ച് സീരിയസ് വിഷയം പോലെ തോന്നി. 2 പേരും അങ്ങനെയാണ് സംസാരിക്കുന്നത്.
പിന്നെ എൻ്റെ ശ്രദ്ധ പുസ്തകത്തിലേക്ക് പോയി. പിന്നെ വായനയൊക്കെ കഴിഞ്ഞ് താഴെ ശബ്ദമൊന്നും കേൾക്കാത്തത് കണ്ടപ്പോൾ ഞാൻ നോക്കി. ആരെയും കാണുന്നില്ല. അമ്മ ഇത്ര പെട്ടെന്ന് തുണി അലക്കി കഴിഞ്ഞോ എന്നും ചിന്തിച്ചു. വീണ്ടും ഞാൻ എൻ്റെ വായന തുടർന്നു. പെട്ടെന്നാണ് താഴെ സൗണ്ട് കേട്ടത്. ഞാൻ നോക്കി. അപ്പോഴാണ് ഞാൻ ആ കാഴ്ച കണ്ടത്. രാഘവേട്ടൻ ഞങ്ങളുടെ വീട്ടിൽ നിന്നിറങ്ങി മതിൽ ചാടി അങ്ങോട്ടേക്ക് കയറി പോകുന്നു. അപ്പോഴും ഷർട്ട് ഇട്ടിട്ടില്ല. ഷർട്ടിടാതെ അവരുടെ കോലായിലിരിക്കുന്നതല്ലാതെ ഇവിടേക്ക് വരുമ്പോൾ ഷർട്ടൊക്കെ ഇടുന്നതാണ്. എന്തിനായിരിക്കും പുള്ളി വന്നത്? ഈ കാര്യം അമ്മയോട് ചോദിക്കാനായി ഞാൻ കുറച്ച് താഴേക്ക് ഇറങ്ങി. എന്നിട്ട് 2 തവണ വിളിച്ചെങ്കിലും അമ്മ വിളി കേട്ടില്ല. പിന്നെ ഞാൻ പതിയെ താഴെ ഇറങ്ങി വന്നു. അടുക്കള വാതിൽ മലർക്കെ തുറന്നിരിക്കുകയാണ്. അമ്മ മുറിയിലുണ്ടാവും എന്ന വിശ്വാസത്തിൽ ഞാൻ അമ്മയുടെ മുറിയിലേക്ക് പോയി. വാതിൽ പാതി ചാരിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ പതിയെ അമ്മയുടെ റൂമിൻ്റെ അടുത്തെത്തി. നോക്കുമ്പോൾ ആദ്യം ആ കാലുകളാണ് കണ്ടത്. സ്വർണ്ണക്കൊലുസിട്ട കാലുകൾ. അപ്പോൾ അമ്മ കിടക്കുവാണെന്ന് മനസ്സിലായി. പിന്നെ പതിയെ വാതിൽ കുറച്ചുകൂടെ തുറന്നപ്പോൾ ഞാനത് കണ്ടു. കട്ടിലിന് താഴെ തുണികൾ കിടക്കുന്നു. പിന്നെ മുകളിൽ. ആ കാഴ്ച കണ്ടതും ഞാൻ ഞെട്ടിപ്പോയി. എൻ്റെ കണ്ണുകളെ എനിക്ക് വിശ്വസിക്കാനായില്ല. കണ്ടിട്ട് ഞാൻ അമ്പരപ്പോടെ അങ്ങനെ നോക്കി നിന്നെങ്കിലും എനിക്ക് വല്ലാതായി. പിന്നെ ഇവിടെ എന്താ നടന്നത് എന്നറിയാനുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായി. പല ചിന്തകളും മനസ്സിൽ കടന്നു വന്നെങ്കിലും അങ്ങനെയൊന്നും ഉണ്ടാവില്ല, അമ്മ അങ്ങനെയൊന്നും പോവില്ല എന്നും എൻ്റെ മനസ്സിനെ ഞാൻ പറഞ്ഞു വിശ്വസിപ്പിച്ചു. പക്ഷേ മുറിയിൽ നിന്നും വരുന്ന സിഗരറ്റിൻ്റെ മണം എൻ്റെ സംശയങ്ങൾ ശരി പോലെ തന്നെ തോന്നിച്ചു. കണ്ടുപിടിക്കാം എന്നുറപ്പിച്ച് ഞാൻ പതിയെ എൻ്റെ റൂമിലേക്ക് തിരിച്ചു പോയി. പിന്നെ ഉച്ചയ്ക്ക് ചോറും കൊണ്ട് വന്നപ്പോൾ അമ്മയുടെ മുഖത്ത് സന്തോഷവും ക്ഷീണവും ഒരുപോലെ തോന്നി. ചോദിച്ചപ്പോൾ തലവേദന വന്ന് കുറേ നേരം കിടക്കുകയായിരുന്നു എന്നും പറഞ്ഞു. സത്യം പറഞ്ഞാൽ എന്തോ അതുവരെ ഇല്ലാത്ത ചിന്തകളായിരുന്നു എൻ്റെ മനസ്സിൽ. ഒളി കണ്ടിട്ട് ഞാൻ അങ്ങനെ വീക്ഷിച്ചു പോയി. എൻ്റെ മെയ്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞു നടന്നു. അതുവരെ ഇല്ലാത്ത ഓരോന്ന് എൻ്റെ മനസ്സിൽ കയറി വന്നു. ഞാൻ എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്? എൻ്റെ ശ്രദ്ധ മാറുന്നല്ലോ. ഞാൻ എന്നെ തന്നെ തിരുത്തി. എങ്കിലും അവിടെ എന്താണ് നടന്നത് എന്നറിയാനുള്ള ത്വരയും ആഗ്രഹവും എനിക്കുണ്ടായിരുന്നു. ഞാൻ പല സങ്കല്പങ്ങളും മെനഞ്ഞു. പിന്നെ അടുത്ത ദിവസത്തേക്കായി കാത്തിരുന്നു. അന്ന് രാത്രി മുഴുവൻ എൻ്റെ ചിന്തകൾ അതായിരുന്നു. ഞാൻ അങ്ങനെ കിടന്ന് ആലോചിച്ചപ്പോൾ എന്തുമില്ലാത്ത ഒരിത്. പിന്നെ ഞാൻ പ്രവർത്തിച്ചു. അതുവരെ ഇല്ലാത്ത ഒരിത് എനിക്ക് അനുഭവപ്പെട്ടു. ആദ്യമായിട്ടാണ് എനിക്ക് അങ്ങനെയുള്ള ഇത് ഉണ്ടായത്. പിന്നീടപ്പോഴോ ഞാൻ ഉറങ്ങിപ്പോയി. പിന്നെ രാവിലെയാണ് ഞാൻ എണീക്കുന്നത്. എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞാൻ മുകളിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ അമ്മയെ നോക്കി. അടുക്കളയിൽ എന്തോ പണിയിലാണ്. അത് കഴിഞ്ഞിട്ട് വേണം തുണി അലക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് കുറേ പഠിക്കാനുണ്ട്. ചോറുമായിട്ട് അങ്ങോട്ട് വന്നാൽ മതിയെന്നും പറഞ്ഞ് ഞാൻ മുകളിലേക്ക് കയറി. അച്ഛൻ്റെ അമ്മ കുറച്ച് ദിവസത്തേക്ക് അവരുടെ ആങ്ങളയുടെ വീട്ടിലേക്ക് പോയിരുന്നു. അങ്ങനെ മുകളിലെത്തിയ എൻ്റെ മനസ്സ് മുഴുവൻ താഴെയായിരുന്നു. ഞാൻ പെട്ടെന്ന് തന്നെ വിൻഡോ ഒക്കെ ചെറുതായി തുറന്ന് താഴേക്ക് കാണുന്ന വിധം സീറ്റിങ്ങൊക്കെ സെറ്റാക്കിയിരുന്നു. അതാ ഗോമതി ചേച്ചി ഒരു സാരിയൊക്കെ ചുറ്റി ഇറങ്ങിപ്പോകുന്നു. പിന്നാലെ രാഘവേട്ടനും വരുന്നുണ്ട്. പിന്നെ പുള്ളി അവിടെ കസേരയിലിരുന്നു. സിഗരറ്റ് കത്തിച്ചു. ഏട്ടാ, ഞാൻ പോയി വരാം. അതും പറഞ്ഞ് ഗോമതി ചേച്ചി ഇറങ്ങി. ചേച്ചി പോകുന്നത് നോക്കി പുള്ളി അങ്ങനെ ഇരുന്നു. കണ്ണിൽ നിന്ന് മറഞ്ഞപ്പോൾ അയാളുടെ നോട്ടം എൻ്റെ വീടിൻ്റെ അടുക്കള ഭാഗത്തേക്കായി. പിന്നെ അയാളുടെ ചെറിയ കുസൃതിയും ഞാൻ കണ്ടു. ഞാൻ അതിശയപ്പെട്ടു പോയി. പെട്ടെന്ന് അമ്മയുടെ സൗണ്ട് കേട്ടു. അലക്കാൻ കുറേ ഉണ്ട് എന്ന് പറയുന്നു. രാഘവേട്ടൻ
ഞാൻ അലക്കിത്തരണം. അമ്മ: അയ്യോ വേണ്ട. രാഘവേട്ടൻ: ഇന്നലത്തെ അലക്ക് എങ്ങനെയുണ്ടായിരുന്നു? അമ്മ: ഓ പിന്നെ, ഒന്ന് പോയേ. രാഘവേട്ടൻ: അതെന്താ, ഇഷ്ടപ്പെട്ടില്ലേ ഗൗരിക്കുട്ടി? രാഘവേട്ടൻ: അതെന്താ, ഇഷ്ടപ്പെട്ടില്ലേ ഗൗരിക്കുട്ടി? അമ്മയുടെ ഭാഗത്ത് മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല. അയാൾ ചിരിക്കുന്നുമുണ്ട്. ഞാൻ മനസ്സിലോർത്തു, അതെ, ഞാൻ വിചാരിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. അമ്മയെ അയാളും. എനിക്ക് അവരോട് നല്ല ദേഷ്യം തോന്നി. അപ്പോൾ അച്ഛനെ ചതിക്കുവല്ലേ ഇവർ? ഞാൻ ചിന്തിച്ചു. നോക്കാം ഇത് എവിടം വരെ പോകുമെന്ന് ഞാൻ പിറുപിറുത്തു. രാഘവേട്ടനാണെങ്കിൽ ആംഗ്യഭാഷയിൽ വരട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അമ്മ മേലെ ഞാനുണ്ട് എന്നും കാണിക്കുന്നു. സാരമില്ല എന്നും പറഞ്ഞ് അയാൾ മതിൽ ചാടി. അമ്മ അയാളുടെ ഷോൾഡറിന് കുറച്ച് താഴെ വരെയുള്ളൂ. അത്രയ്ക്ക് ഉയരമുണ്ട് അയാൾ. ഇരുണ്ട രൂപവും കഷണ്ടി തലയും കട്ടിമീശയും. എൻ്റെ ഉള്ളിൽ ആകെ ചെണ്ട കൊട്ടാൻ തുടങ്ങി. അയാൾ വീട്ടിലേക്ക് കയറുന്നവരെ ഞാൻ അവിടെ ഇരുന്നു. കണ്ണിൽ നിന്ന് മാഞ്ഞപ്പോൾ ഞാൻ പതിയെ എണീറ്റ് കോണിപ്പടിയുടെ അവിടേക്ക് പോയി നിന്നു. താഴെ അവരുടെ സൗണ്ട് കേൾക്കാം. രാഘവേട്ടൻ: മോൻ എവിടെയാ? അമ്മ: മേലെയുണ്ട്. അവൻ താഴേക്ക് വരില്ല, പഠിക്കുകയാവും. പിന്നെ ഒരു ഞരുക്കമാണ് കേട്ടത്. ഞാൻ പതിയെ താഴേക്കിറങ്ങി നോക്കുമ്പോൾ അവർ രണ്ടുപേരും റൂമിലേക്ക് പോകുന്നു. അമ്മ വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അയാൾ കേൾക്കുന്നില്ല. അമ്മ എന്തായാലും ഒരു 75 കിലോയ്ക്ക് ഉണ്ടാവും. ആ ആളെയാണ് ഇത്ര ഈസിയായിട്ട് എടുത്തുയർത്തിയത്. പിന്നെ അവർ റൂമിലേക്ക് കയറിയപ്പോൾ ഞാൻ പെട്ടെന്ന് താഴെ ഇറങ്ങി വേഗം തൊട്ടടുത്ത റൂമിൽ പോയി കട്ടിലിൽ ഒരു ചെയർ എടുത്തിട്ടു. അതിൻ്റെ മേലെ കയറി നിന്ന് നോക്കി. ഓടിട്ട വീടായതുകൊണ്ട് മുകൾ ഭാഗം ഓപ്പണാണ്. ഈ റൂമിൽ നിന്നും ചെയറിട്ട് നോക്കിയാൽ അടുത്ത റൂം മൊത്തത്തിൽ കാണാം. പെട്ടെന്ന് തന്നെ കയറി നോക്കി ഞാൻ കണ്ടത് വല്ലാത്ത കാഴ്ചയായിരുന്നു. രണ്ടുപേരും അങ്ങനെ ഇരുന്ന് നോക്കുന്നു, ചിരിക്കുന്നു. രാഘവേട്ടൻ: എന്താ ഗൗരിക്കുട്ടി, ഇന്നലെ ഇഷ്ടമായില്ലേ? അമ്മ: ഓ, ഇഷ്ടമായില്ലെന്നോ? എന്തൊരു പരാക്രമമായിരുന്നു. രാഘവേട്ടൻ: എൻ്റെ പൊന്നെ, അത് നീ അത്രയ്ക്ക് സുന്ദരിയായത് കൊണ്ടല്ലേ? അമ്മ: അത്രയ്ക്ക് ഇഷ്ടമാണോ എന്നെ? രാഘവേട്ടൻ: ആ അതേ മോളെ, എന്ത് സൗന്ദര്യമാ നിനക്ക്. നമുക്ക് ഒളിച്ചോടിപ്പോയി കല്യാണം കഴിച്ചാലോ? അത് കേട്ട് അമ്മ ചിരിക്കുന്നു. ഒന്ന് പോ ചേട്ടാ, ഇതൊക്കെ എൻ്റെ ഏട്ടൻ അറിഞ്ഞാലുണ്ടല്ലോ, പാവമാ പുള്ളി. രാഘവേട്ടൻ: അങ്ങേര് എങ്ങനെ അറിയാനാ പൊന്നെ? അപ്പോൾ ഗോമതി അറിഞ്ഞാൽ എനിക്കില്ലേ പ്രശ്നം? ആരറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും എനിക്ക് നിന്നെ വേണം, അത്രയ്ക്ക് ഇഷ്ടമാണ്. നമുക്ക് ഒളിച്ചോടിപ്പോയി കല്യാണം കഴിച്ചാലോ? അത് കേട്ട് ഞാൻ ഞെട്ടി. ഇയാൾ ഇതെന്തൊക്കെയാണ് ഈ പറയുന്നത്? വല്ലാത്ത സോക്കേട് തന്നെ ഞാൻ മനസ്സിൽ പറഞ്ഞു. പിന്നെ അവിടെ നടന്ന കാര്യങ്ങൾ അത് വല്ലാത്തൊരു വിസ്മയമായിരുന്നു.